ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. പാടിയോ? അതിന് ആപ്റ്റാണോന്ന് അറിയില്ല. പാട്ട് എപ്പോഴായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണല്ലോ. കുങ്കുമരാഗ പരാഗമലിഞ്ഞൊരു സുന്ദരിയല്ലി വസന്തസഖി, ചന്ദന കളപ സുഗന്ധമലിഞ്ഞൊഴുകുന്ന മനോഹരിയായ നദി, പ്രിയഭാമിനി നവയാമിനി അനുരാഗിണി അറിയാമിനി, വരമംഗള കന്യക മന്മത സംഗീതം, അവളുടെ മിഴിയിലുദയ താരകം, പ്രണയാതുരം തെളിയുന്നുവോ മൃദുഹാസമായി ഹൃദയ, കുങ്കുമരാഗ പരാഗമലിഞ്ഞൊരു സുന്ദരിയല്ലി വസന്തസഖി. ഇവിടെ പെട്ടെന്ന് തോന്നിയ പാട്ടാണ്. പെട്ടെന്ന് എനിക്ക് ഈ പുഴയും അപ്പുറത്തെ കടലും ഒക്കെ കണ്ടപ്പം ആ പാട്ട് പ്രത്യേക ഒരു ആംബിയൻസ് ആണല്ലേ. നമുക്ക് ഈ ടൂറിസം വില്ലേജിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അല്ലെ. നമുക്ക് ഇവിടെ നമ്മുടെ 2 ചേട്ടന്മാരുണ്ട്. നമസ്കാരം, ഗുഡ് മോർണിംഗ് കേട്ടോ. ഇവിടെ ഈ ടൂറിസം വില്ലേജിന്റെ സൂപ്പർവൈസേഴ്സ് ആണല്ലേ, നിങ്ങൾ ഇവിടെ നോക്കി നടത്തുന്നു. അപ്പോൾ അവധിക്കാലത്തൊക്കെയാണോ കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ? സൺഡേ ഹോളിഡേ, പിന്നെ അവധിക്കാലത്തൊക്കെ നല്ല തിരക്കാണ്. അയ്യപ്പൻ, അനിൽകുമാർ. എല്ലാ ദിവസവും ഈ നടക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ, ഒത്തിരി പേരുണ്ട്. എത്ര മണിക്കാണ് എന്റെ പ്രവേശനം? 5:30 ആകുമ്പോൾ അവരിനകത്ത് കയറും. 5:30 ഒരു 8 മണിയാകുമ്പോഴേക്കാൻ ഈ നടത്തക്കാർ വെളിയിലോട്ട് പോകും. സീസൺ അനുസരിച്ച് വ്യത്യാസം വരാണ്. ചിലപ്പം കുറച്ച് നേരത്തെ ഇരുട്ടുമല്ലോ. നേരത്തെ കിട്ടും, ഇപ്പൊ നേരത്തെ കിട്ടും. ഞങ്ങൾ 6:30 ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ ഞങ്ങൾ 6:30 ഞങ്ങൾ. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ ബീച്ചും ഈ കായലും. സൺസെറ്റ് കന്യാകുമാരി കേട്ട് നല്ലതാണ് ഇവിടെ. ഭയങ്കര ഫോട്ടോസാണ്. ഈ ടോയ് ട്രെയിന്, പിന്നെ ബോട്ടിങ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, നേരെ ബീച്ച്. അതെ, ഈ ടോയ് ട്രെയിൻ കുട്ടികൾക്ക് മാത്രമാണ്? അല്ല, വലിയവർക്കുണ്ട്. കുട്ടികൾക്ക് 30 രൂപ, വലിയവർക്ക് 50 രൂപ. ഒരുമിച്ച് കയറാം കുട്ടികൾക്കും എല്ലാവരും കയറാം. എൻട്രി പ്രവേശന ഫീസ് എത്രയാണ്? 20 രൂപ. എല്ലാവർക്കും കുട്ടിക്ക് ചിലപ്പോഴും 5 രൂപ 10 രൂപ എടുക്കുള്ളൂ. അപ്പൊ ശരിക്കും അവധി സമയത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലേ? അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഭയങ്കര സുഖമുണ്ട് ഇവിടെ വരുമ്പോ. ഒരുപാട് സമയം കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊക്കെ അതെ, നല്ല തണൽ നൽകുന്നതാണ്. ഒരുപാട് ചെടികളുണ്ട്. പൂ പറിക്കരുന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. വൈകുന്നേരങ്ങളിൽ വരെയാണ് ഈ കിളികളെ ശബ്ദം ഭയങ്കര നല്ല കേൾക്കാൻ. നാട്ടുകാരുടെ സഹകരണം എങ്ങനെയാണ്? നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ്. പിന്നെ ഈ വരണ നോർത്ത് ഇന്ത്യൻകാരോട് അവര് നല്ല ഇതാണ്. നമ്മളെ ഈ സ്ഥലം കാണുമ്പോൾ अच्छा है, बहुत अच्छा है, हमारा केरला अच्छा है, तुम्हारा केरला अच्छा ആത്മീയ सब लोग എന്നതൊക്കെ പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇവിടെ. നല്ലൊരു സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് വാക്കിന് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നടക്കാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ബീച്ച് ആസ്വദിക്കാം, നമ്മുടെ ബോട്ടിംഗ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, എല്ലാം വളരെ റിഫ്രഷ്ഡ് ആവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. വെൽക്കം ബാക്ക്. അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞു വേളിയിലെ ടൂറിസം ഗ്രാമത്തിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് റെയിൽപാളത്തിലാണ്. എന്ന് പറയുമ്പോൾ ബ്രീച്ച് ചെയ്യുന്നൊന്നുമല്ല, നമ്മൾ നിയമം കയ്യിലെടുത്തിട്ടില്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, വേളി ഈ ടൂറിസം വില്ലേജിനകത്തുള്ള ടോയ് ട്രെയിനുള്ള ട്രാക്കാണ്. ആ ട്രാക്ക് നല്ല രസമുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണ് റെയിൽവേ പാളം ഉണ്ടാവുക അതേപോലെ തന്നെയാണ്. അതാണ് ട്രെയിൻ. ട്രെയിനിൽ വഴിയാണ് പോകുന്നത്. 2.5 കിലോമീറ്റർ ഇങ്ങനെ സഞ്ചരിക്കാനുണ്ട്. അപ്പൊ കാഴ്ചകളെല്ലാം കാണുകയും ചെയ്യാം. പെട്ടെന്നൊരു വാർത്തയിലേക്ക് പോയാലോ നമുക്ക്? കണ്ണൂരിൽ നിന്നൊരു സങ്കട വാർത്ത ഇന്നലെ വന്നിരുന്നു. അതിന്റെ തുടർ വാർത്തയിലേക്കാണ്. പാനൂർ തൂവക്കുന്നിൽ തിരുമനായെ കണ്ട് ഭയന്നോടുന്നതിനിടെ കിണറ്റിൽ വീണ മരിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് മരിച്ച ഫസലിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ നായയെ കണ്ട് ഓടിയപ്പോഴാണ് അപകടമുണ്ടായത്. അതിന് കണ്ട് ഓടിച്ചിട്ടാണ്, പേടിച്ചിട്ടാണ് കിണറ്റിലേക്ക് ചാടിയത്, വീണത്. അങ്ങനെയാണ് നമ്മളെ അഭിപ്രായം. എന്നുവെച്ചാൽ നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ല. ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യാച്ചാണ് നമ്മൾ ഇത് സംഭവം കണ്ടത്. ഇതിൽ വീണതെന്ന് ആർക്കും തിരിഞ്ഞിക്കില്ല. ഈ കിണറ്റിൽ ഉണ്ടോ ഇല്ല എന്നൊന്നും തിരിഞ്ഞിക്കില്ല. വെള്ളത്തിൽ അടിച്ചു നോക്കുമ്പോൾ വെള്ളം കലങ്ങിക്കില്ല, ഒന്നുമില്ല. എല്ലാവരും നായകളെ കൊണ്ടുള്ള പുറത്തു പോകാൻ പറ്റാത്ത കുലത്തിലാണ് ഉള്ളത് നായകളെ കൊണ്ട്. അത് കുട്ടികൾ മദർസെല്ലാം പോകുന്ന കുട്ടികളെല്ലാം വണ്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടുന്ന്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്നിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ തെരുവുനായെ കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്ന് പറയുന്നു. ഈ വിഷയം, അത് തെരുവുനായ ശല്യം, അതിനെക്കുറിച്ച് നാട്ടുകാർ പരാതിപ്പെടുന്നുമുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രജുവിന് ഏറെ ദാരുണമായ സംഭവമാണ് ഇന്നലെ വൈകിട്ട് ഈ തൂവക്കുന്നിൽ ഇന്നലെ വൈകിട്ട് ഒരു 5:30 ഉണ്ടായത്. ഞാനിപ്പോൾ ഈ അപകടം നടന്ന അതേ സ്ഥലത്താണുള്ളത്. നമുക്ക്
ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിണറിലേക്കാണ് 9 വയസ്സുള്ള മുഹമ്മദ് ഫസൽ വീണത്. ഇതിന് തൊട്ട് സമീപം, അതായത് ഒരു 300 മീറ്റർ അകലെ ആണ് ഈ കൂട്ടുകാരൊപ്പം ഫസൽ കളിച്ചുകൊണ്ടിരുന്നത്. കളിച്ച് പിന്നീട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ തെരുവ് നായ്ക്കളെ കണ്ട് ഭയന്ന് പരിഭ്രാന്തിയോടെ ഈ കൂട്ടുകാരും അതോടൊപ്പം തന്നെ ഫസലും അതിനൊപ്പം ചിതറി ഓടുകയായിരുന്നു. അതിനിടെ ഇവിടെ നമുക്ക് ഇതൊരു നിർമ്മാണം നടക്കുന്ന ഒരു വീടാണ്. ആ വീടിന് തൊട്ട് മുന്നിലാണ് ഈ കിണറുള്ളത്. ഈ കിണർ ഇതേ സ്ഥലത്ത് പഴയ വീടുണ്ടായിരുന്നു. ആ പഴയ വീടിൻ്റെ ഭാഗമായിട്ടുള്ള കിണറാണിത്. അങ്ങനെ ഈ പഴയ വീട്ടിലേക്ക് ഈ നിലവിൽ ഈ നിർമ്മാണം നടക്കുന്ന ഈ വീട്ടിലേക്ക് ഈ ഫസൽ ഓടിക്കയറിയതാണ്. പക്ഷേ ഈ കിണർ പെട്ടെന്ന് കണ്ടില്ല. അതങ്ങനെ നമുക്ക് ഈ കിണർ കാണാനും സാധിക്കില്ല. ഒരു അത്തരത്തിലുള്ള ഒരു കൈവരികളോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഈ കിണർ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് ഈ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ ഈ കിണറിലേക്ക് വീഴുകയായിരുന്നു. ഈ കിണറിൽ വെള്ളമുണ്ട്. ആദ്യഘട്ടത്തിൽ ആരും ഇത് കണ്ടില്ല. പിന്നീട് ഈ ഫസലിനൊപ്പം ഉണ്ടായ കൂട്ടുകാരൊക്കെയാണ് ഇങ്ങനെ ഈ തെരുവ് നായ ഓടിച്ചു, അതിനുശേഷം ഇങ്ങനെ ചിതറി ഓടി എന്നൊക്കെയുള്ള കാര്യം ഈ ബന്ധുക്കളോടും മറ്റു നാട്ടുകാരോടൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തിയത്. ഇവിടെ എത്തിയ ഘട്ടത്തിൽ ഈ കിണറിൽ ഇറങ്ങി നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും വളരെ ദാരുണമായ അപകടമാണ്. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ ഈ വാർഡിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ചേരുകയാണ്. എന്താണ് ശരിക്കും ഈ തെരുവുനായ ശല്യം ഇവിടെ സ്ഥിരമായി ഉണ്ടാവാറുണ്ടോ? തെരുവുനായ ശല്യം സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അപ്പം ഈ പ്രദേശം, ഈ ചേലക്കാട് തൂവക്കുന്ന് പ്രദേശങ്ങളിൽ മുഴുവനായും തെരുവുനായ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ABC പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫണ്ട് അടക്കുന്നുണ്ട്. നായ്ക്കളെ കണ്ടോടി തന്നെയാണല്ലേ കുട്ടി? അതെ, നായ്ക്കളെ കണ്ടോടി തന്നെയാണ് മറ്റു ഒന്നിച്ചുള്ള കുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ ദാരുണമായ ഒരു സംഭവമല്ലേ? വളരെ ദാരുണമായ സംഭവമാണ്. ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയിട്ട് ആണ് ഈ കുട്ടി ഈ കിണറ്റിലേക്ക് വീഴുന്നത്. ഇപ്പം അനിത മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഈ തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയിൽ പഞ്ചായത്തുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്നുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ABC പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവ് നായകളെ വന്ധീകരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് തന്നെ പലതവണ ഈ കുന്നോത്തോർമ്മ പഞ്ചായത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യാപകമായ അങ്ങനെ പ്രശ്നമുണ്ടോ? അതെ, തീർച്ചയായും. ഇവിടെ ഈ പഞ്ചായത്ത് പരിധിയിൽ നിന്നല്ല, ഈ പാനൂർ മേഖലയിലാകെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജീവൻ തന്നെ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഇത് തന്നെ. അങ്ങനെ തന്നെയാണ് നാട്ടുകാരും ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത്. തെരുവ് നായ്ക്കൾ ഓടിച്ചതുകൊണ്ടാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടക്കും. ആ പിതാവ് വിദേശത്താണ്. ആ പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ്. അത് നമ്മളിപ്പോഴുള്ളത് ഈ വേളി വില്ലേജിലൂടെ ഓടുന്ന ടോയ് ട്രെയിനിനകത്താണ്. ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ഇതിനകത്ത് ഒരു ബാസ് ഉണ്ടല്ലേ? അതെ, അതോടൊപ്പം തന്നെ റെയിൽവേ ജീവനക്കാരിൽ ഒരാൾ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വാർത്തയും പറഞ്ഞ പ്രേക്ഷകരോടൊപ്പം ചേർന്ന് നടക്കുകയാണ്. അതെ, ഇനി പുറത്തേക്കൊന്ന് ഇറങ്ങാം നമുക്ക്. നമുക്ക് നേരെ പോകാനുള്ളത് 8 മണിക്ക് ശേഷമേ ഉള്ളൂ അല്ലേ? അതെ. ഇവിടെ നേരെ നമുക്കൊന്ന് ശബരിമല വരെ പോകണം. അവിടെ രാഹുൽ സുരേഷ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സത്രത്തിൽ നിന്നുള്ള പ്രവേശന സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പ്രവേശന സമയം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാക്കി പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനമെന്നും അറിയുന്നു. രാഹുൽ സുരേഷ് ചേർത്തന്റെ സന്നിധാനത്ത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. തീർത്ഥാടകരുടെയൊക്കെ വലിയ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെയുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. ഈ നിയന്ത്രണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സത്രം വഴിയുള്ള കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണം ദേവസ്വം ബോർഡ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ സത്രം വഴി സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകർക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കടന്നു വരാമായിരുന്നു. അതാണ്
സമയത്താണ് 7 മണി മുതൽ 12 മണി വരെയായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കാനനപാതയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയും വൈകിയുള്ള യാത്രകൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വൈകി തീർത്ഥാടകർ ആ വഴി കടന്നു വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും NDRFന്റെ അംഗങ്ങൾ കാനനപാതയിലേക്ക് രാത്രി പ്രവേശിച്ച് അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസം 14-ാം തീയതിയാണ് മകരവിളക്ക്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളൂ. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 80,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആയിരക്കണക്കിന് തീർത്ഥാടകർ ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. പ്രവിധ. ശരി, രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇതായി വേളി ടൂറിസം വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷന് മുന്നിലാണ് നമ്മളുള്ളത്. നമുക്ക് പിറകിൽ കാണാം ഒരു ചെറിയ ഒരു പൂളുണ്ട്. ആ പൂളിൽ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു വലിയ ശംഖിന്റെ ശില്പമാണ്. വലിയ വലുപ്പമുണ്ട് അല്ലെ? നല്ല വലുപ്പമുണ്ട്. നമ്മൾ ഈ വേളിയുടെ സൈറ്റ് എടുക്കുമ്പോൾ ആദ്യം കാണുന്ന ചിത്രവും ഇത് തന്നെയാണ്. ഇതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് അവർ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്. ഞാൻ മുൻപ് വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ചടങ്ങുകൾ നോക്കണ്ടേ? സന്നിധാനത്തെ ചടങ്ങുകൾ എന്താണെന്ന് നോക്കാമെന്ന്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വാർത്തയിലേക്ക് പോകാം. പൊതുപരിപാടികൾ 2 ആഴ്ചത്തേക്ക് ഒഴിവാക്കിയ ജോസ് കെ മാണി MP. ആംബ്ലിക്കൽ ഹെർണിയയുമായി ബന്ധപ്പെട്ട സർജറിക്കായി ചികിത്സ ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് പരിപാടി ഒഴിവാക്കിയത്. കോട്ടയത്തെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസും അനുബന്ധ ഓഫീസും പതിവ് പോലെ പ്രവർത്തിക്കുമെന്ന് ജോസ് കെ മാണി MP അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പെട്ടെന്ന് പോവാം. 24 വാർത്തയിൽ നിർധന കുടുംബത്തിന് ഇന്ന് ഒരു വീടൊരുങ്ങും. സ്വന്തമായി കിടപ്പാടമില്ലാത്ത രോഗപീഠകളാൽ വലയുന്ന വിധവയായ യുവതിക്കും 2 മക്കൾക്കും ഇന്നു മുതൽ സ്വന്തം വീട്ടിൽ തലചായ്ക്കാം. കടമ്പനാട് സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനും മലങ്കര ഓർത്തഡോക്സ് സഭ വൈദികനുമായ ഫാദർ ഡോക്ടർ റിഞ്ചു പി കോശിയാണ് മുളക്കുഴയിൽ സ്ഥലം ലഭ്യമാക്കി വീട് വെച്ച് നൽകിയത്. 24 പ്രേക്ഷകരുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലെ പ്രിയയുടെയും മക്കളുടെയും വാർത്തയാണ് വൈദികന്റെ ഹൃദയത്തിൽ തൊട്ടത്. വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഇന്ന് രാവിലെ 9 നടക്കും. 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റിന ചെറിയാൻ താക്കോൽ ഏറ്റുവാങ്ങും. നമുക്കിനി കായിക വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. ഇന്ന് ഐ ലീഗ് ഫുട്ബോളിൽ രണ്ടാം ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗോകുലത്തിന്റെ കളിയുള്ളത്. എവേ മത്സരമാണ്. ആരാണ് എതിരാളികൾ? ഡൽഹി FC ആണ് എതിരാളികൾ. മിന്നും ജയത്തോടെ സീസൺ തുടങ്ങിയ ഗോകുലം കേരള FCക്ക് പിന്നെ നടന്ന 5 കളിയും നിരാശയുടേതായിരുന്നു. 4 മത്സരങ്ങളിൽ സമനിലയിൽ കുരുങ്ങിയപ്പോൾ 1-ൽ തോറ്റു. 7 പോയിന്റോടെ 7ാം സ്ഥാനത്താണ് നിലവിൽ മുൻ ചാമ്പ്യന്മാർ. ഇടവേള കഴിഞ്ഞെത്തുന്ന ലീഗിൽ ജയമില്ലാ കാലത്തിനും ഇടവേള നൽകാമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി FCക്കെതിരെ മലബാറിയൻസ് ബൂട്ടുകെട്ടുന്നത്. അവസരങ്ങൾ മുതലെടുക്കാനാവാത്ത മുന്നേറ്റ നിരയും പ്രതിരോധത്തിലെ പാളിച്ചകളും ഒരുപോലെ തിരിച്ചടിയാവുന്നുണ്ട് ഗോകുലത്തിന്. 5 ഗോളടിച്ചപ്പോൾ അത്ര തന്നെ ഗോളാണ് ടീം വഴങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിലെത്തിയ സൗരവ് മണ്ഡൽ മുന്നേറ്റങ്ങളുടെ മൂർച്ച കൂട്ടുമെന്ന് കരുതാം. ക്യാപ്റ്റൻ സെർജിയോയും മഷൂർ ഷെരീഫും VP സുഹൈറുമെല്ലാം മിന്നിച്ചാൽ 2ാം ജയം അകലെയല്ല. 6 കളിയിൽ 2 ജയം ഉൾപ്പെടെ 8 പോയിന്റുമായി ഗോകുലത്തിന് ഒരു പടി മുന്നിലാണ് ഡൽഹി FC. മത്സരം സ്വന്തം തട്ടകത്തിലെന്നതും ഡൽഹിക്ക് ആത്മവിശ്വാസം നൽകും. സ്പോർട്സ് ഡെസ്ക് 24. പോകുന്നൊരു ഫ്ലൈറ്റ് അല്ലേ? രാവിലെ കുറെ ഫ്ലൈറ്റുകൾ പറന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ശബ്ദത്തിലാണ് നമ്മൾ അതിന്റെ കീഴെയാണുള്ളത്. ഇതുവരെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് പോയില്ല അല്ലേ? നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നത് കൊണ്ട് നമ്മൾ പ്രേക്ഷകരുടെ കമന്റ്സിനെ അവഗണിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഒരുപാട് പ്രേക്ഷകർ അത് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ PCR വിഷ്ണു നീതി പാലിക്കുക എന്നുള്ളതാണ് മിനി ബാബു പറയുന്നത്. മിനി ബാബുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ മിനി ബാബുവിന്റെ സഹോദരൻ വന്ന് നമ്മുടെ പവലിയനിലേക്ക് വന്നിരുന്നു. അവിടെ കലോത്സവ വേദിയിൽ വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ വന്നു. അരുൺ ജി മുട്ടട വന്നിരുന്നു. ആമിനായസ് വന്നിരുന്നു.
അങ്ങനെ ഒരുപാട് പ്രഷർ വന്നിരുന്നു അല്ലെ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യാമോ എന്ന് ഹരിഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഹരിഗോവിന്ദ്. ഹായ് 24-ലെ എല്ലാ പട്ടാളത്തിനും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പട്ടാളം തന്നെ ഉണ്ട് നമ്മളോടൊപ്പം. ക്യാമറമാൻ സിറിലുണ്ട്, അപ്പം ഷൈജു ഉണ്ട്, വിപിൻ വേളിയുണ്ട്, നമ്മുടെ സാരഥിയായ രാജേഷ് ഉണ്ട്, കൃഷ്ണകുമാർ ഉണ്ട്, വിഷ്ണു ഉണ്ട്, അങ്ങനെ ഒരു പട്ടാളമുണ്ട്. വേളിയുടെ സ്ഥലമാണ്, വിപിൻ വേളിയുടെ സ്ഥലമാണ് വേളി. അതുകൊണ്ട് വേളിയുടെ നമുക്ക് വഴികാട്ടിയാവാൻ വന്നതാണ്. അങ്ങനെ കുറെ കമന്റുകൾ വരുന്നു. ഹരിഗോവിന്ദ് നന്ദി പറഞ്ഞു. ഹായ് പ്രജിൻ ചേട്ടാ, പ്രതി ചേച്ചി, ഇന്ന് എന്റെ ബർത്ത്ഡേ. അത് നേരത്തെ പറഞ്ഞല്ലോ, ഐ എം സോറി. ഇനി തിരൂർ പുതിയങ്ങാടി നേർച്ചകളിൽ ആനയിടഞ്ഞു. ആ വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തതാണ്. നമുക്ക് നടന്നാലോ പ്രീത മുല്ലേക്ക്? ചേട്ടൻ അതുവഴി കയറിയാലേ എനിക്ക് പുറകിലെ വരും. അങ്ങനെ നമ്മൾ ഇതാ പാലത്തിലേക്ക് കയറുകയാണ്. ഓക്കെ, ഞാൻ വന്നില്ല കേട്ടോ എന്ന് വിപിൻ വെള്ളിയാട്ട് പറയുന്നു. വിപിൻ വെള്ളിയാട്ടല്ല, നമ്മുടെ വിപിൻ വേളി, നമ്മുടെ ക്യാമറ പേഴ്സണിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ കുറെ കമന്റുകൾ വരുന്നു. നമുക്ക് അടുത്തൊരു വാർത്തകൾ കൊടുത്താലോ പെട്ടെന്ന്? വളരെ പെട്ടെന്ന് പോകാം. തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയിലെ 6 മത്സരിക്കുമെന്നതിൽ ആശയക്കുഴപ്പം. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന EVKS ഇളങ്കോവന്റെ മരണത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് തയ്യാറല്ല. സീറ്റ് DMK ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളിൽ ആരൊക്കെ പോരിനിറങ്ങൂ എന്നതിലും തീരുമാനമായില്ല. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം ഒരുങ്ങുന്നത്. അന്ന് DMK മുന്നണിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച തിരുമകൻ ഇവര 2023-ൽ മരിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങിയത് പിതാവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ EVKS ഇളങ്കോവൻ. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇളങ്കോവൻ ജയിച്ചത്. 1 മാസം മുൻപുണ്ടായ ഇളങ്കോവന്റെ മരണമാണ് ഈറോഡിലെ വോട്ടർമാരെ വീണ്ടും പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഉറച്ച വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെങ്കിലും തങ്ങൾ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് കഴിയുന്നില്ല. Consult with our Honorable AICC High Command and as well as our Honorable Chief Minister. Honorable Chief Minister Anand Stalin, he is the chief of the Tamil Nadu India Alliance, our team. We'll discuss and we'll deliver very shortly. കേന്ദ്ര നേതൃത്വത്തിന്റെ അവസ്ഥയും മറിച്ചല്ല. It doesn't look good for us to just do one-sided statement. Even if you're contesting, we speak to them and then announce it all together, no? എടുത്തുകാട്ടാൻ മണ്ഡലത്തിൽ പ്രമുഖരില്ലാത്തതാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം. EVKS ഇളങ്കോവന്റെ ഇളയ മകൻ സഞ്ജയ് സമ്പത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ താൽപര്യം. എന്നാൽ സീറ്റ് DMK ഏറ്റെടുക്കണമെന്ന് DMK പ്രവർത്തകർ മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് സ്റ്റാലിന്റെ നിലപാട്. പ്രതിപക്ഷ പാർട്ടികളിൽ BJP ഒഴികെ ആരൊക്കെ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടില്ല. വിജയുടെ TVK മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. യെസ്, അപ്പോ അതാണ് ആ വാർത്ത. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാർത്തയാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ സമയമില്ല, നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ പോവുകയാണ്. പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നതാ. മെസ്സേജ് നോക്കരുത് കേട്ടോ. പുറകിലുള്ളത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിടണമെന്നുണ്ട്, പക്ഷേ സമയം പൂർത്തിയാവുന്നു. മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കുന്നു.